നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പിനായി NCP നേതൃയോഗം അടുത്ത വ്യാഴാഴ്ച കൊച്ചിയിൽ ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലെ സീറ്റുകളിൽ തന്നെ മത്സരിക്കണമെന്നാണ് പൊതുവികാരം. 3 മാസത്തിന് ശേഷമാണ് യോഗം നടക്കുന്നത്. VS രഞ്ജിത്തും ലേബി സജീന്ദ്രനും നൽകും വിശദാംശങ്ങൾ. VS രഞ്ജിത്തിലേക്കാണ്. രഞ്ജിത്ത്, ഉയരുന്ന ആവശ്യം അത് നിരവധി തവണ MLA ആയിട്ടുള്ള, 2 തവണ തുടർച്ചയായി മന്ത്രിയായിട്ടുള്ള ശശീന്ദ്രൻ മാറി നിൽക്കണമെന്നുള്ള ആവശ്യം, അത് അവരുന്നയിക്കുന്ന അവരുടേതായ അവകാശവാദങ്ങളുണ്ട്. പക്ഷേ AK ശശീന്ദ്രനാണെങ്കിൽ അതിന് തയ്യാറാകുന്നുമില്ല. കേന്ദ്രം പറയട്ടെ എന്നാണ് പറയുന്നത്, അല്ലേ? രോഷ്നി, ഒരു നേതാവിനോട് വളരെ മാന്യമായ ഭാഷയിൽ ഇനി മതി മത്സരിച്ചത് എന്നുള്ളതാണ് NCP ജില്ലാ അധ്യക്ഷൻ പറഞ്ഞു വെക്കുന്നത്. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് NCP ജില്ലാ അധ്യക്ഷന്റെ വാദം. അതായത് കഴിഞ്ഞ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഇദ്ദേഹം രാജിവെക്കണം, AK ശശീന്ദ്രൻ രാജിവെക്കണം, തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണം എന്ന് പറഞ്ഞപ്പോൾ AK ശശീന്ദ്രന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പിന്തുണ കൊടുത്തത് ഇത് അവസാനത്തെ മത്സരമാണ് എന്നും ഇനി മന്ത്രിയാവാനോ മത്സരിക്കാനോ ഇല്ല, മാന്യമായ ഒരു വിരമിക്കൽ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ആ മാന്യമായ വിരമിക്കലിന് അവസരം കൊടുത്തുകൊണ്ടാണ് ഇത്തവണ കൂടി മന്ത്രിയായി തുടരട്ടെ, അങ്ങനെ ഇടക്കാലത്ത് വെച്ച് ആരും മന്ത്രിയായി മാറ്റേണ്ടതില്ല എന്നൊരു നിലപാട് കോഴിക്കോട് ജില്ലാ ഘടകം സ്വീകരിച്ചത്. അതുകൊണ്ട് ഈ തവണ കൂടി മാത്രമേ അദ്ദേഹം മത്സരിക്കൂ, ഇനി മത്സരത്തിനുണ്ടാവില്ല, അദ്ദേഹം മാറി നിൽക്കണം എന്നുള്ളതാണ് NCP ജില്ലാ പ്രസിഡന്റ് നേരിട്ട് പറഞ്ഞത്. എന്നാൽ AK ശശീന്ദ്രൻ പറയുന്നത് മാറി നിൽക്കണമോ വിരമിക്കണമോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്, പാർട്ടിയുടെ ദേശീയ ഘടകമാണ്. സാധാരണഗതിയിൽ എലത്തൂർ പോലെ ഒരു ഉറച്ച സീറ്റിൽ NCPയുടെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാർ, AC ഷൺമുഖദാസിനെ പോലുള്ള ആൾക്കാരൊക്കെയാണ് അവിടെ മത്സരിച്ചത്. അതുകൊണ്ട് സംസ്ഥാന നേതാക്കന്മാർ മാത്രമേ എലത്തൂരിൽ മത്സരിക്കാറുള്ളൂ. പ്രാദേശികമായ നേതാക്കന്മാർ അങ്ങനെ കുപ്പായമിട്ടിരിക്കേണ്ടതില്ല എന്നുള്ളൊരു നിർദ്ദേശം കൂടിയാണ് NCP ജില്ലാ അധ്യക്ഷന് AK ശശീന്ദ്രന്റെ മറുപടിയായി പറഞ്ഞത്. ഇനി അഥവാ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ കേന്ദ്ര നേതൃത്വം പറയട്ടെ, അതൊരു ജില്ലാ പ്രസിഡന്റ് പറയേണ്ടതല്ല എന്നുകൂടി AK ശശീന്ദ്രൻ പറഞ്ഞു വെക്കുന്നു. VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.